ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മജ്ബൂസ് ആണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമല്ലോ. അതിന് വേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത ചിക്കനാണ്. അപ്പോൾ ഇതിലേക്ക് തന്നെ നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചതിട്ട് കൊടുക്കാം. ഞാൻ കാശ്മീർ റെഡ് ചില്ലി എടുക്കുന്നതുകൊണ്ടാണ് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സാധാ എരിവുള്ളതാണെങ്കിൽ പച്ചമുളക് എടുക്കണ്ട, മുളക് പൊടി. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വിനെഗറും കൂടി ഒഴിച്ചു കൊടുക്കാം, സുർക്ക 1 ടീസ്പൂൺ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തൈരിൽ വേണമെങ്കിൽ തൈര് യൂസ് ചെയ്യാം, പക്ഷേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങളുടെ കയ്യിൽ സുർക്ക ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് യൂസ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സായി വരണം ചിക്കനിൽ. ഇത് മാക്സിമം ഒരു മണിക്കൂറെങ്കിലും മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. 1 മണിക്കൂറിൽ അരമണിക്കൂറെങ്കിലും ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം ചിക്കന്. ചിക്കൻ നന്നായിട്ടൊന്ന് മസാല പിടിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ 1 മണിക്കൂർ വെച്ചിട്ടുണ്ട്. കറക്റ്റ് 1 മണിക്കൂറാണ് വെച്ചത്. ഇനി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു പാനിൽ. അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ മുഴുവനാക്കി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചിക്കന് 4 പീസാക്കിയിട്ടും എടുക്കാം, വലിയ പീസാക്കിയിട്ട്. ഇപ്പം ഞാൻ ചെറിയ പീസായിട്ടാണ് യൂസ് ചെയ്തത്. എനിക്ക് ചെറിയ പീസ് ചിക്കൻസാണ് ഇഷ്ടം. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമുള്ളത് അതുപോലെ എടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കനിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ്റെ ഒരു ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചിക്കനൊന്ന് പൊരിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി വേണം. ഒരു 3 മീഡിയം സൈസ് സവാള, ഒരു 2 തക്കാളി, ഒരു ചെറിയ ക്യാരറ്റ്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, ഡ്രൈ ലെമൺ, ഏലക്ക, പട്ട, ഗ്രാമ്പു, പെപ്പർ, ബേ ലീഫ് എല്ലാം കുറച്ചെടുക്കുക. പിന്നെ ജീരകശാല റൈസ് 2 കപ്പ്. ഇനി ഇങ്ങനെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഡ്രൈ ലെമണും പെപ്പറും ആ ബേ ലീഫെല്ലാം ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനോട് വിട്ടുപോയി ഫസ്റ്റ് അത് ഇട്ട് കൊടുക്കാൻ. ഞാൻ ഫസ്റ്റ് സവാളയെ ചേർത്തത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ സവാള ഇട്ട് കൊടുത്താൽ മതി. സവാള നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, ശരിക്കും മറന്നു പോയതാ. അപ്പോൾ നിങ്ങളത് ഫസ്റ്റ് ഇട്ട് കൊടുക്കുക എന്തായാലും, എന്നിട്ട് സവാള ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡ്രൈ ലെമൺ എടുക്കുമ്പോൾ നിങ്ങൾ ഫോർക്ക് കൊണ്ട് ഒന്ന് ജസ്റ്റ് അതിനൊരു ചെറിയ ഹോൾസ് വരുപ്പിച്ചാൽ മതി. അപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഹോളിട്ട് കഴിഞ്ഞാൽ ഡ്രൈ ലെമണിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഞാനൊരു 2.5 ടീസ്പൂണാണ് ചേർത്തത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ അടിയൊന്നും പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് ഒരു ചെറിയ ക്യാരറ്റ് ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ശരിക്കും ഓപ്ഷണലാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് ക്യാരറ്റ് കടിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഇടാൻ നോക്കുക, നല്ലൊരു ടേസ്റ്റായിരിക്കും. ക്യാരറ്റും സവാളയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം.
അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഡ്രൈ ആയിട്ട് പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പൊരിഞ്ഞ് വന്നാൽ മതി. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 2 തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്നെല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ലെമൺ എടുത്ത് മാറ്റാം, പക്ഷെ ഞാൻ മാറ്റുന്നില്ല, ഞാൻ റൈസെല്ലാം ആയി കഴിഞ്ഞിട്ട് മാറ്റുന്നുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വെക്കുക. അപ്പം ഞാനൊന്ന് ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം എല്ലാം ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് പെപ്പർ പൊടി, ചിക്കൻ മസാലപ്പൊടി ചേർത്തോ കേട്ടോ. ചിക്കൻ മസാലപ്പൊടി ഇട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാ പൊടികളും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടികളൊന്നും അധികമായി പോരുത്, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. എല്ലാ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിയും സവാളയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാവരുടെയും ഒന്ന് മസാല പിടിക്കേണ്ട രീതിയിൽ വേണം ഒന്ന് മിക്സ് ചെയ്യാൻ. അപ്പം നമ്മൾ ഈ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാനൊരു ചൂട് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ചൂട് വെള്ളം തന്നെ എടുക്കാൻ നോക്കാം, പച്ചവെള്ളം എടുക്കരുത്. അപ്പം ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊരു തിള വരുമ്പോൾ നമ്മൾ ഉപ്പും കൂടി നോക്കുക. ആദ്യം ഇട്ട് കൊടുത്ത ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നോക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ച് അരി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ നേരത്തെ കഴുകിയിട്ട് വെച്ച് ഡ്രൈൻ ചെയ്ത് വെച്ച അരിയാണ്, വെള്ളമൊന്നും ഇല്ലാണ്ട് ഡ്രൈൻ ചെയ്തെടുക്കണ അരി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. 1 ലെമണിൻ്റെ ഹാഫ് ഭാഗം ജ്യൂസ് എടുത്തിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. ലെമൺ കൂടി പോകണ്ട. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം. എന്നിട്ട് വെള്ളം ഒന്ന് വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് നല്ല കുറച്ച് വെക്കാം. എന്നിട്ട് ഇതുപോലെ മൂടി വെക്കാം. അപ്പം നമ്മൾ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. റൈസ് ഇനി പകുതി കുക്കായിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളും വെന്ത് കിട്ടും. അപ്പോൾ ടോട്ടൽ 10-20 മിനിറ്റ് വെച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പുതിനയില ഇഷ്ടമുണ്ടെങ്കിൽ പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു റൈസാണ് മജ്ബൂസ്. ഇത് ബസ്മതി റൈസിനെ കൊണ്ടും കൂടി വെക്കും. അപ്പം ഞാനിവിടെ ജീരകശാല റൈസ് ആയിട്ട് വെച്ചത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സ്പൈസി ആയിട്ട് വരുന്നൊരു റൈസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കമൻസിലൂടെ അഭിപ്രായം പറയണം ട്രൈ ചെയ്തിട്ട്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക റൈസ്, അടിയിലൊന്നും പിടിക്കാണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് കുറച്ച് സൺഫ്ലവർ ഓയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു നെയ്യിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത് ഓയിൽ അടക്കം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല ഈസി ആയ ഒരു ഡിഷാണ്, എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ബായ്.